ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 6. ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായിട്ട് കാണാം എന്ന് പറയാണ് 6ാമത്തെ ശ്ലോകത്തിൽ. നാനാദിവ്യവധൂജനേ രവിവൃതാ വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിത ശാന്തരാ ത്വത്പാദാംബുജ സൗരവൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈഃ അഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വൽപാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീഃ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. തത്തേ പറയുമ്പോൾ തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വൽപാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈഃ അനേകം ദിവ്യസ്ത്രീകൾ ചുറ്റും നിന്ന് അഭിവൃത സേവിച്ചുകൊണ്ടും വിദ്യുത്ലതാതുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽ കൊടി പോലുള്ള മനോഹരവും കോമളവുമായ ശരീരം കൊണ്ട് വിദ്യോദിതാശാന്തര ദിക്കെല്ലാം തിളക്കിക്കൊണ്ടും ലക്ഷ്മീ ദേവി ത്വൽപാദാംബുജ സൗരഭൈകകുതുക നിന്ദ്രവടിയുടെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തയായി യസ്മിൻ സ്വയം ലക്ഷ്യത്തെ എവിടെ പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നുവോ വിസ്മയനീയ ദിവ്യവിഭവം അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള തത്തേ നിന്ദ്രവടിയുടെ പദമേ ദേഹി ആ ലോകം അതായത് വൈകുണ്ഠം എനിക്ക് നൽകണമേ. അനേകം ദിവ്യസ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽ കൊടി പോലുള്ള മനോഹരവും കോമളവുമായ ശരീരം കൊണ്ട് ദിക്കെല്ലാം തിളക്കിക്കൊണ്ടും ലക്ഷ്മി ദേവി നിന്ദ്രവടിയുടെ അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തയായി എവിടെ പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നുവോ അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള നിന്ദ്രവടിയുടെ ഭഗവാന്റെ ആ ലോകം അതായത് വൈകുണ്ഠം എനിക്ക് നൽകണമേ. സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽക്കൊടി പോലെയാണ്. ആ ഐശ്വര്യദേവത എവിടെയും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. എന്നാൽ വൈകുണ്ഠത്തിൽ ലക്ഷ്മി എപ്പോഴും കാണാം എന്നാണ് പറയണത്. അതിന് കാരണം ലക്ഷ്മി ദേവിക്ക് ഭഗവത്പാദാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിനുള്ള അത്യാസക്തിയാണ്. ലക്ഷ്മിക്ക് പാദപത്മ സൗരഭ്യത്തിൽ അതിയായ കൗതുകം വർണ്ണിച്ചതുകൊണ്ട് വണ്ടിൻ്റെ സാദൃശ്യം തോന്നുന്നു. വണ്ട് ഒരു പുഷ്പത്തിലും ഉറച്ചു നിൽക്കാത്തതുപോലെ ലക്ഷ്മിയും ആരിലും ഉറച്ചു നിൽക്കുന്നില്ല. എന്നാൽ ഭഗവത്പാദ പത്മ സൗരഭ്യത്തിലുള്ള അതികൗതുകം ലക്ഷ്മിയുടെ ആ ചപല സ്വഭാവം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നിവിടെ വ്യംഗ്യമായിട്ട് തോന്നും. വണ്ടിനും താമരപ്പൂ പോലുള്ള ചില പൂക്കളിൽ അത്യാസക്തി ഉണ്ടാകാമല്ലോ. എനിക്ക് ആ വൈകുണ്ഠലോകം നൽകണമേ എന്ന പ്രാർത്ഥന കൊണ്ട് തനിക്കും അവിടെയുള്ള ഭക്തജനങ്ങളെ പോലെ ഭഗവത് സാരൂപ്യം തന്ന് അനുഗ്രഹിക്കണമെന്നും സായുജ്യത്തെക്കാൾ താൻ ആഗ്രഹിക്കുന്നത് സാരൂപ്യമാണെന്നും ഇവിടെ ധ്വനിപ്പിച്ചിരിക്കുന്നു. സായുജ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തിമാധുര്യം ആസ്വദിക്കാൻ സാധിക്കില്ലല്ലോ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വൽപാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വൽപാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ
त्वल्पादाम्बुज सौरभेगकुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीय दिव्यविभवं तत्ते पदं देहि मे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द